നിർമ്മാണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത. മൂന്നാർ യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ്. മൂന്നാറിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിഞ്ഞിരുന്നു. രാഹുൽ സുരേഷിന്റെ വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ആശങ്കയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ എങ്ങനെയാണ് ഇപ്പോൾ കളക്ടറുടെ മുന്നറിയിപ്പ് എന്താണ്? യാത്ര ഇപ്പോൾ വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന ഒരു ധാരാളം എത്തുന്ന സ്ഥലമാണല്ലോ ഇടുക്കി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? ശ്രുതി, ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരുന്നു ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഉണ്ടായത്. അതിൽ ദേശീയപാത കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള സ്ഥലത്ത് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അടിമാലിയിൽ അടക്കം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. അതേ പ്രദേശത്ത് അടക്കം ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ഈ മഴയുള്ള സമയങ്ങളിൽ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിരിക്കുന്നത്. 2 ദിവസം മുമ്പ് മൂന്നാറിന് സമീപം CSI പള്ളിയുടെ സമീപത്തായി റോഡ് ഇടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മറ്റു റോഡുകളിലൂടെ ഗതാഗതം വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിൽ അടക്കം മഴ മലയോര മേഖലയിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ മണ്ണിടിച്ചിൽ ഭീഷണി വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ മഴയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇടുക്കിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതിനിടയിലാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രുതി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.